ഷീജ, മുഖ്യമന്ത്രി പരാമർശിച്ചു പോകാത്ത മേഖലകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കുന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം തന്നെ 1 ഡസനിലധികം പ്രഖ്യാപനങ്ങൾ മന്ത്രിസഭാ യോഗ തീരുമാനമായി വരുന്നു. സമഗ്രമായി എന്തൊക്കെയാണത്? തീർച്ചയായും അസുധ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏത് രീതിയിലാണോ ജനങ്ങൾ സർക്കാരിൽ അർപ്പിച്ച ഒരു വിശ്വാസം, ആ വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സർക്കാരിന്റെ തീരുമാനം. അത് തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അസുധ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേമ പെൻഷനിലെ വർധനവാണ്. 1600 രൂപ എന്നുള്ള പെൻഷൻ അത് 400 രൂപ കൂടി വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കിയിരിക്കുന്നു. അടുത്ത മാസം മുതൽ, നവംബർ മുതൽ ഈ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പുതിയ പദ്ധതി ആരംഭിക്കുകയാണ്. സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം, അതും പ്രതിമാസം 1000 രൂപ വീതമാണ് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള അവർ ആയിരിക്കും ഇതിന്റെ ഗുണഭോക്താക്കൾ ആകുക എന്നുള്ള കാര്യമാണ് എടുത്തു പറഞ്ഞത്. യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിക്കുന്നു. അവർക്ക് മികച്ച ജോലി ലഭിക്കുവാൻ വേണ്ടി സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. അവർക്ക് 5 ലക്ഷം യുവതിയുവാക്കൾ ഇതിൽ ഗുണഭോക്താക്കളാകും. അവർക്കും 1000 രൂപ വീതമായിരിക്കും പ്രതിമാസം ലഭിക്കുക എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. അതിനൊപ്പം തന്നെ കുടുംബശ്രീ ADSകൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് അത് 1000 രൂപ വീതം ആക്കി മാറ്റുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ക്ഷേമ പെൻഷന് പുറമെ DA കുടിശ്ശിക, അതായത് DA DR കുടിശ്ശികകൾ അത് ഈ സാമ്പത്തിക വർഷം തന്നെ 1 ഗഡു കൂടി നൽകുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. 4% വർധനവാണ് നവംബർ മാസത്തിൽ തന്നെ അവർക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഷീജയിലേക്ക് മടങ്ങിയെത്താം. മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം അതൊരിക്കൽ കൂടി കേൾക്കാം. ക്ഷേമ പെൻഷൻ 2000 രൂപയെ വർദ്ധിപ്പിക്കുകയാണ്. 400 രൂപയുടെ വർധനവാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതി, പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്നും 1000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ആ വാക്കുകൾ ഒരിക്കൽ കൂടി. ഏത് പ്രതിസന്ധി വന്നാലും പെൻഷൻ തുക നൽകുമെന്ന് ദൃഢനിശ്ചയമെടുത്തു. ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി 1000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. പ്രതിവർഷം 2000 രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം 13,000 കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കിവെക്കുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ, പിന്നെ K. രാജൻ, പ്രസാദ് അഗ്രികൾച്ചർ മിനിസ്റ്റർ, നിയമമന്ത്രി P. രാജീവ്, റോഷി അഗസ്റ്റിൻ, K. കൃഷ്ണൻകുട്ടി, AK. ശശീന്ദ്രൻ, ഇങ്ങനെ 7 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി ആരംഭിക്കുന്നതാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ 35 മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY മഞ്ഞക്കാർഡ്, PHH മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ്, ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും. പുതിയ പദ്ധതികൾക്ക് പുറമെ നിലവിലെ ആനുകൂല്യങ്ങളും പദ്ധതികളും പരിഷ്കരിക്കണമെന്നും സർക്കാർ കാണുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെയും അപ്പുറം ജനങ്ങളാണ് ഏറ്റവും വലുത് എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കാൻ കാരണം എന്നതുകൂടി ആവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഷീജ. നമ്മൾ ഈ പദ്ധതികളോടൊപ്പം തന്നെ നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കുന്നു, റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നു. അത്തരം പ്രഖ്യാപനങ്ങൾ കൂടി മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമായി വരികയാണ്.
തീർച്ചയായും മസൂദ്, അത് തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. കാരണം സംസ്ഥാന സർക്കാരിനെ, ഈ സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ജനങ്ങൾക്ക് അർപ്പിച്ച വിശ്വാസം അത് കൃത്യമായ രീതിയിൽ തന്നെ സർക്കാർ പുലർത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ സർക്കാരിന് തുടർച്ചയുണ്ടാകുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പ്രഖ്യാപനങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആശാ വർക്കർമാർക്ക് പ്രതിമാസം ഓണറേറിയം അത് 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ മുഴുവൻ കുടിശ്ശികയും നൽകും എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു. നവംബർ 1 മുതൽ ഇത് എല്ലാം തന്നെ നടപ്പാക്കി തുടങ്ങുന്ന രീതിയിലാണ് നിലവിൽ ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. നെല്ലിന്റെ സംഭരണ വില അത് നിലവിൽ 28 രൂപ 20 പൈസ എന്നുള്ളത് 30 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. സപ്ലൈകോയുടെ വിപണി ഇടപെടൽ കുടിശ്ശിക അത് പൂർണ്ണമായും നൽകി തീർക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെയാണ് മറ്റ് ആനുകൂല്യങ്ങളും റബ്ബറിന്റെ താങ്ങുവിലയാണെങ്കിലും അതോടൊപ്പം തന്നെ ഓരോ വിഭാഗങ്ങൾ അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും DA കുടിശ്ശികയുടെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ തെങ്ങ് കയറ്റ തൊഴിലാളികളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ സർവ്വ മേഖലയിലും, അതായത് ഓരോ വ്യക്തിക്കും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന രീതിയിൽ അവർക്കുള്ള ആനുകൂല്യങ്ങളിൽ വർധനവ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഇത് തന്നെയാണ് കണ്ടത്. ആ രീതിയിൽ വർധനവ് വരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഷിജ, ഇതിലിപ്പോൾ പെൻഷൻ തുക 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ ഒരുപാട് ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പുതുതായി ഒരു പദ്ധതി വരുന്നത് ഈ സ്ത്രീകൾക്ക് 1000 രൂപ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. 35 മുതൽ 60 വയസ്സ് വരെ പ്രായപരിധി, അങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നുള്ളതാണ് ഓർമ്മ. ആ പദ്ധതി എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കുക, ഷിജ നടപ്പിലാക്കുക? ഏത് നിലയിലാണ് അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ അതുണ്ടാകുക? തീർച്ചയായും അതൊരു പുതിയ പദ്ധതിയായി മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. അതായത് LDFന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിൽ അതിനൊപ്പം നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് ആ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി എന്ന രീതിയിൽ കൊണ്ടുവരുന്നതിൽ പ്രധാനമായും സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കായിരിക്കും എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പാക്കുക. സാമ്പത്തിക സഹായം എന്ന് പറയുമ്പോൾ പ്രതിമാസം 1000 രൂപ വീതമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന നിലയിൽ അനുവദിക്കുക എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിൽ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർ അതിന്റെ പരിധിയിൽ വരുന്നതായിരിക്കും. 60 വയസ്സിന് മുകളിലേക്ക് പോകുമ്പോൾ അവർ സ്വാഭാവികമായും പെൻഷൻ പട്ടികയിലേക്ക് വരുന്നവരായിരിക്കും. അതുകൊണ്ട് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരായിരിക്കും അതിന്റെ ഗുണഭോക്താക്കൾ ആവുക. 33,34,000 സ്ത്രീകൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആകും. അതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ആ പട്ടികയടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 3800 കോടി രൂപ പ്രതിവർഷം ഈ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിടും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഏതായാലും ഒരു പുതിയ പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് അതിപ്പോൾ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നതും. ഷിജ, ഈ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഞെരുക്കം അത് നമുക്ക് അറിയാവുന്നതാണ്. കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് അറിയാവുന്നതാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ പോലും ജനകീയ പദ്ധതികളൊക്കെയും തുടരുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ നിലവിൽ കുടിശ്ശികയില്ലാത്തതൊക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ്. ആ സാഹചര്യത്തിൽ പോലും പക്ഷേ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അത് അങ്ങേയറ്റം മോശമാണ്, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സംസ്ഥാനം പോകുന്നു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. മുൻപ് CRNAG റിപ്പോർട്ടൊക്കെ വരുമ്പോൾ കേരളം സാമ്പത്തികമായി ഭദ്രമായ നിലയിലാണ് എന്നുള്ളത് പോലും റിപ്പോർട്ട് പോലും വരുമ്പോൾ അതിനെ പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് കൂടി മറുപടിയാണ് ഷീജ ഇത്തരം പ്രഖ്യാപനങ്ങൾ. ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ഈ തുക നൽകുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് ഉള്ളത് കൊണ്ടാണല്ലോ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്നതുകൂടിയാണ്. തീർച്ചയായും അത് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ സംസ്ഥാനം കടന്നുപോയിട്ടുണ്ട്. പക്ഷേ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സംസ്ഥാന സർക്കാർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ആ രീതിയിലുള്ള നടപടികൾ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയത്. അത് തുടരുക, കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക, ഞങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും, അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. അതിനുള്ള തുക സമാഹരിച്ചത് കൊണ്ട് തന്നെയാണ് സർക്കാർ ഈ രീതിയിൽ പദ്ധതികൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നത്. അത് പ്രഖ്യാപനത്തിൽ മാത്രമല്ല അടുത്ത മാസം മുതൽ ലഭിക്കുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ അത് പ്രതിപക്ഷം ഉയർത്തുന്നതാകട്ടെ മറ്റു ചില മാധ്യമങ്ങൾ ഉയർത്തുന്നതാകട്ടെ അപ്പോൾ ഈ ആക്ഷേപങ്ങൾ ഒന്നും തന്നെ ശരിയല്ല. പ്രത്യേകിച്ചും അസിത സൂചിപ്പിച്ചത്
സൂചിപ്പിച്ചതുപോലെ തന്നെ C&G റിപ്പോർട്ടിൽ അടക്കം സൂചിപ്പിക്കുന്നുണ്ട് സർക്കാർ ഭദ്രമായ ഒരു നിലയിലാണ് എന്നുള്ള കാര്യം. സർക്കാർ പണം നൽകുന്നില്ല എങ്കിൽ മാത്രമാണല്ലോ ഇനിയുള്ള കാര്യങ്ങൾ പ്രസക്തമാകുക. പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനം എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കിയത്. സുധാ.